അപ്പോൾ കുറയും പിന്നും കൂടും. ECG എടുത്ത് നോക്കാം. അങ്ങനെ ECG എടുത്ത് നോക്കി. ഹലോ, എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക്. പ്രഗ്നൻസി സമയത്ത് നമുക്ക് എല്ലാവർക്കും BP ഉള്ളതാണല്ലോ. അതുപോലെ 5-ാം മാസമായപ്പം എനിക്കും BP തുടങ്ങിയായിരുന്നേ. അതിന് മുമ്പിട്ടേ എനിക്ക് BP വരാൻ സാധ്യത ഏറെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ടെൻഷൻ, എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം മതി, അടുത്തുകൂടെ പോയാൽ മതി, ആ നിമിഷം എനിക്ക് ടെൻഷൻ വരും. അങ്ങനെ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ 5-ാം മാസത്തിലല്ല, അതിന് മുമ്പേ BP പ്രതീക്ഷിച്ചതാണ്. പക്ഷെ 5-ാം മാസം തൊട്ടാണ് ഡോക്ടർ എന്തായാലും നമ്മൾ ചെക്കപ്പിന് പോകുമ്പോഴത്തേക്ക് ചെക്ക് ചെയ്യാറുണ്ടല്ലോ BP. പക്ഷെ എനിക്ക് അപ്പോഴൊന്നും BP ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ 5 മാസമൊക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് BP സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നേ. അതുവരെയൊക്കെ നോർമലായിരുന്നു BP നോക്കുമ്പോഴത്തേക്ക്. 5 മാസം എനിക്ക് കൊറോണ സമയത്തായിരുന്നു എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പം ത്രൂ ഔട്ട് കൊറോണ ടൈം ആയിരുന്നു പ്രഗ്നൻസിയും ഡെലിവറിയും എല്ലാം. അപ്പോൾ ആ ഒരു സമയത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുമായിരുന്നു നമുക്ക് ആ സമയത്ത് ട്രാവൽ ചെയ്യാനും. ഹോസ്പിറ്റലിൽ ചെന്നാൽ തന്നെ കൊറോണയുടെ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രഗ്നൻസി ടൈം. കൊറോണയിൽ നമുക്ക് കൊണ്ടുപോയവർക്ക് അറിയാൻ പറ്റും അത് എത്രമാത്രം ബുദ്ധിമുട്ടും റിസ്ക്കും ആയിരുന്നു എന്നുള്ളത്. ആ റിസ്കിലൂടെ കടന്നുപോയ ആളാണ് കേട്ടോ ഞാനും. അങ്ങനെ BP എനിക്കൊരു 5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് കൺഫേം ചെയ്തു. പിന്നെ അതിൻ്റെ ടാബ്ലറ്റ് ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഡെലിവറി കഴിയുന്നത് വരെയും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ എനിക്കൊരു 8.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ, 8-9 മാസമൊക്കെ ആയ സമയത്ത്, 9-ന് മുന്നിട്ടായിരുന്നു എൻ്റെ ഡെലിവറി. പ്രീ ടൈം ലേബർ ആയിരുന്നേ. അങ്ങനെ BPയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ എപ്പോഴും അവർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ 2 ആഴ്ച അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെച്ച് ചെക്കപ്പൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഈ കൊറോണ ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെക്കപ്പിനായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. BP ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് 6-7 മാസം ആയപ്പോൾ തൊട്ട് ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ചെല്ലാൻ പറഞ്ഞു. ഷുഗറും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അത് വേറൊരു കഥയാണ്. ഇപ്പം അതിനെപ്പറ്റി പറയുന്നില്ല, പറഞ്ഞാൽ വീഡിയോ ലെങ്തി ആയിപ്പോവും. അത് പിന്നെ ഒരു സന്ദർഭത്തിൽ പറയാം. അപ്പം BPയുടെ കേസ് ഇങ്ങനെ ഡെലിവറി കഴിയുന്നത് വരെയും അവരിങ്ങനെ BP അവർക്ക് കൺട്രോൾ ചെയ്ത് നിർത്തിയല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം BP ചെക്ക് ചെയ്തായിരുന്നു. BP ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് 3-ന്റെ അന്നാണ് ഡിസ്ചാർജ് ആയത്. നോർമൽ ഡെലിവറി ആയിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ BP നോർമലായി. പിന്നെ ഒരു 10 ദിവസവും കൂടി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷമാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് മെഡിസിൻ. പിന്നെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. BP ഒന്ന് ചെക്കും കൂടെ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്തു. അപ്പോഴത്തേക്കൊക്കെ നോർമലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിനെല്ലാം പറയാമല്ലോ. ഡെലിവറിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെക്കപ്പിനെല്ലാം പറഞ്ഞു. അങ്ങനെ ചെക്കപ്പിന് പോയി. ചെക്കപ്പിന് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ BP ഒക്കെ ചെക്ക് ചെയ്തു, നോർമലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ അതിനെപ്പറ്റി അങ്ങ് വിട്ട് കളഞ്ഞു. കാരണം BP പ്രഗ്നൻസിയിൽ വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരുവിധം എല്ലാവർക്കും ഒക്കെ BP വരാറുണ്ടല്ലോ. എന്നിട്ട് ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് ചിലവർക്ക് പോകും, ചിലർക്ക് പോകില്ല. എങ്കിലും പിന്നെ നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ ബോധേഡാവത്തില്ല. പിന്നെ നമുക്ക് നമ്മുടേതായ പല തിരക്കേറിയ ലൈഫിലോട്ടാണല്ലോ. പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുഞ്ഞൊരു പരുവം ആവുന്നത് വരെ പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ വർക്ക് സംബന്ധമായ കാര്യങ്ങൾക്ക് പോകുന്നു. അപ്പം മൊത്തത്തിലൊരു റഷായിരിക്കും. ആർക്കും പിന്നെ ഇതിനെ പറ്റിയൊന്നും ആരും ബോധേഡാവുന്നില്ല. ഞാനും അതുപോലെ തന്നെ ബോധേഡായില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം എന്തായാലും BP പ്രഗ്നൻസി കഴിഞ്ഞു, ഡെലിവറി കഴിഞ്ഞു, BP ചെക്ക് ചെയ്തു, നോർമലായി. പിന്നെ ഡോക്ടർ പറഞ്ഞു 6 മാസമൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. 6 മാസമൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞതാണല്ലോ. അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല, നോർമലായി തന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ എനിക്ക് പൊതുവെ ഉപ്പിനോട് ഇൻട്രസ്റ്റ് കൂടിയ ഒരാളാണ് കേട്ടോ. ഉണക്കമീൻ നന്നായിട്ട് കഴിക്കും, അച്ചാർ നന്നായിട്ട് കഴിക്കും. അങ്ങനെ ഉപ്പ് അടങ്ങിയ ഭക്ഷണത്തോട് ഒരു ത്വരയാണ് എനിക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ കുറേ ഇങ്ങനെ ഉണക്കമീനും പപ്പടവും എല്ലാം ഒക്കെ നന്നായിട്ടൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഫ്രൈ ചെയ്ത ഐറ്റംസും ഒക്കെ കഴിക്കും. എനിക്കൊരു PCODയുടെ ഡയറ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. PCOD ചെയ്യുന്നതിന് മുമ്പിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. PCODക്കുള്ള ഡയറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതിനൊക്കെ മുന്നേ, അതായത് PCOD ഡയറ്റ് ഞാൻ യോഗ ക്ലാസ്സിന് പോയതിന് ശേഷമാണ് PCOD ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് PCOD ഒക്കെ കൺട്രോൾ ചെയ്തത്. ഇത് അതിനൊക്കെ മുന്നേ ഉള്ള കാര്യമാണ്. നമ്മൾ യോഗയ്ക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് യോഗ ക്ലാസ്സിൽ തന്നെ നമുക്ക് BP ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള മെഡിറ്റേഷൻസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിനൊക്കെ മുന്നേ നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഭക്ഷണം ഇങ്ങനെ നോർമൽ വലിയ കൺട്രോളൊന്നും ഇല്ലാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം എനിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു നല്ല തലവേദന വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. വീട്ടിൽ BP മെഷീൻ ഉണ്ട്, എങ്കിലും ചെക്ക് ചെയ്തില്ല. കാരണം BP ആണെന്ന് അറിയുന്നില്ലല്ലോ, തലവേദനയാണല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ നല്ല BP ഉണ്ട്, 100-150 ഉണ്ട് BP. അത് അപ്പം ഡോക്ടർ ചോദിച്ചു, എൻ്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോഴത്തേക്ക് ഡെലിവറി ടൈമിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ പാരമ്പര്യം ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് BP ഉണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടർ BPയുടെ മെഡിസിൻ തന്നു. എന്നിട്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു, ചെക്ക് ചെയ്യാനായിട്ട് വരാൻ പറഞ്ഞു, BP ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അതിന് മെഡിസിൻ കഴിച്ചു, ഇഞ്ചക്ഷനൊക്കെ തന്നിട്ട് വീട്ടിൽ പോയി. പിറ്റേ ദിവസം
രാവിലെ എന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. അപ്പോഴും ബി പി നോക്കിയപ്പോഴത്തേക്ക് ബി പി ഉണ്ട്. തലേ ദിവസം മെഡിസിൻ കഴിച്ചിട്ടും രാവിലെ ചെന്ന് നോക്കിയപ്പോൾ ബി പി ഉണ്ട്. വീണ്ടും ഡോക്ടർ മെഡിസിൻ തരുന്നു. അങ്ങനെ ഒരു 3 ദിവസം ഫോളോ അപ്പിന് ചെല്ലാൻ പറഞ്ഞു. 3 ദിവസം ചെന്നപ്പോഴത്തേക്കും ഈ കഴിക്കുന്ന സമയത്ത് ബി പി നോർമലാവും, വീണ്ടും ബി പി കൺട്രോൾ അല്ലാതെ കൂടുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവസാനം ഡോക്ടർ ECG എടുത്ത് നോക്കി. ECG എടുത്തപ്പോൾ ECG നോർമലാണ്. അങ്ങനെ പിന്നെ എനിക്ക് വലിയ ടെൻഷനായി. പിന്നെ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ബി പി കുറയുന്നില്ല. കാരണം എന്താണ് കാരണം എന്നറിയാൻ ഒരു വെപ്രാളമായി. ഇപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്താൽ മെഡിസിൻ കഴിക്കുമ്പോൾ നിൽക്കുമ്പോൾ നോർമൽ ആവേണ്ടതാണല്ലോ, അപ്പോൾ അതും നോർമൽ ആവുന്നില്ല. അങ്ങനെ വളരെ ടെൻസ്ഡായി ഞാൻ. അങ്ങനെ പിന്നെ ഡോക്ടറെ അടുത്ത് ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചു, കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് ഞാനിങ്ങനെ കോൾ ചെയ്ത് ചോദിച്ചു, എനിക്കിങ്ങനെയാണ് ബി പി ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തൽക്കാലം മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കണ്ട, എങ്ങനെയെങ്കിലും നന്നായിട്ട് ഉപ്പൊക്കെ കുറച്ച് ധാരാളം വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു 140-90 ആക്കി വെക്കാൻ പറഞ്ഞു. ബി പി ആ ഒരു ലെവലിലെങ്കിലും ആക്ക്, പിന്നെ നമുക്കത് പയ്യെ പയ്യെ കൺട്രോൾ ചെയ്യിപ്പിച്ചെടുക്കാം. എന്തായാലും ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ബി പി ഹൈ ആയിട്ട് നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് എനിക്കൊരു മനസ്സമാധാനമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഫുഡിനൊന്നും ഫുഡൊക്കെ പിന്നെ കൺട്രോൾ ചെയ്യാം, എന്തായാലും ഒരു മെഡിസിൻ ഒന്ന് കഴിച്ചതൊന്ന് കൺട്രോൾ ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു മനസ്സായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നു, ബി പിയുടെ മെഡിസിൻ തന്നു. അത് ഞാൻ കഴിച്ചു. അത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ബി പി നോർമലായി വന്നു. അതിനുശേഷം പിന്നെ 2-3 ദിവസം ഇങ്ങനെ ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നത്. എന്നിട്ട് ബി പി ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബി പി നോർമലായി വന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ഒരാഴ്ച മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. ഞാൻ ഒരാഴ്ച മെഡിസിൻ കഴിച്ചിട്ട് ഇടയ്ക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 3 ദിവസം കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ബി പി നോർമലായി തന്നെ വന്നു. പിന്നെ ഒരാഴ്ചയോട് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഡോസ് കുറച്ച് ഡോക്ടർ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. മൊത്തത്തിൽ ഞാനൊരു 1.5 ആഴ്ച മെഡിസിൻ കഴിച്ചോളൂ. അങ്ങനെ പയ്യെ കഴിച്ചിട്ട് ആ മെഡിസിൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബി പി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കൊക്കെ നോർമലായി തന്നെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് ബി പി ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇനിയും ബി പിയും ഷുഗറും ഒക്കെ വരാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്, എന്തായാലും ഒരു കുറച്ച് ഏജിലൊക്കെ ആകുമ്പോഴായിരിക്കുമല്ലോ ഇങ്ങനെ ബി പിയും ഷുഗറും ഒക്കെ വരുന്നത് എന്നേ നമ്മൾ വിചാരിക്കത്തുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി ആരും ബോധർ ചെയ്യാറുമില്ല. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ജീവിതശൈലിയിലൂടെയും നമ്മുടെ ഫുഡ് ഹാബിറ്റിലൂടെയും പിന്നെ നമ്മുടെ എക്സർസൈസ് ഇല്ലാത്ത ലൈഫാണ് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന നമുക്ക് ഈ ബി പിയും ഷുഗറും ഒക്കെ ഏജ്ഡ് ആവണമെന്നില്ല, എപ്പോഴും വേണമെങ്കിലും വരാം എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. എൻ്റെ ലൈഫിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. എന്താ പറയുക, പ്രഗ്നൻസിയിൽ ബി പി ഒക്കെ ഉള്ളവർ വന്നിട്ടുണ്ട്. ഒരുവിധം എല്ലാവർക്കും വരും എന്ന് പറഞ്ഞ് എല്ലാവർക്കും വരണമെന്നുമില്ല. അപ്പോൾ ഈ വരുന്ന ബി പി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി നമ്മൾ ഇടയ്ക്ക് വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ബി പി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം എനിക്ക് ഞാൻ കൺട്രോൾ ഇല്ലാതെ ഉപ്പൊക്കെ കഴിച്ചു, ബി പി എനിക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് ഹൈ ആയി, ഓക്കെ. പക്ഷേ എന്ന് കരുതി ഇപ്പോൾ എല്ലാവർക്കും പ്രഗ്നൻസിയിൽ ബി പി വന്ന എല്ലാവർക്കും ഉടനെ തന്നെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ബി പി വരണം എന്നില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് 5-10 മിനിറ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ ഒരു ലാബിൽ കയറിയാൽ തന്നെ അത്രയേ ഉള്ളൂ ബി പി ചെക്ക് ചെയ്യേണ്ട കാര്യം. 120/80 ആ റീഡിങ്ങിലാണല്ലോ നമ്മുടെ ബി പി നിൽക്കുന്നത്. അതിൽ നിന്നും കുറച്ചൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഫുഡിലൂടെ ഈസി ആയിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ അത്യാവശ്യം ബി പി വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫുഡിലൂടെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അറിയാലോ, നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലൈഫ് ലോങ് ആണ് ബി പിയുടെയൊക്കെ മെഡിസിൻസ് കഴിക്കേണ്ടത്. അപ്പോൾ അതിനൊന്നും ഇടവരുത്താതെ നമ്മൾ ഇങ്ങനെ പ്രഗ്നൻസിയിൽ ബി പി വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും ബി പി ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്കത് കൺട്രോളിലാണോ അല്ലയോ എന്ന് കൺഫേം ചെയ്യാം. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അല്ലാതെ എല്ലാവർക്കും ബി പി വരണമെന്നോ ഷുഗർ വരണമെന്നോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഒരു സെൽഫ് കെയർ ഉണ്ടല്ലോ, അതിന് കുറച്ചൊരു സമയം കണ്ടെത്തുക, അത്രയും ഞാൻ ഉദ്ദേശിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.